കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഭാഗമായി 3 മാസം മുൻപാണ് പെർഡാല ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഇക്കോ ക്ലബ് വിദ്യാർത്ഥികൾ LED ബൾബ് നിർമ്മാണത്തിലും അതിന്റെ റിപ്പയറിംഗിലും പരിശീലനം നേടിയത്. ഇക്കോ ക്ലബ് അംഗങ്ങളായ 5ാം തരം മുതൽ 9ാം ക്ലാസ് വരെയുള്ള 60 വിദ്യാർത്ഥികളാണ് LED ബൾബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. മികച്ച രീതിയിൽ പരിശീലനം നേടിയ കുട്ടികൾ 5 മിനിറ്റിനകം ഒരു ബൾബ് ഉണ്ടാക്കും. നമ്മളിന്ന് ജീസസ് പെർഡാലിൽ നമ്മളെല്ലാവരും ഇന്ന് ബൾബ് ഉണ്ടാക്കിയിട്ട് ഇപ്പം നല്ലൊരു സാധനമാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ ആദ്യം തന്നെ ബൾബ് ചെയ്തുകൊണ്ടിരുന്നു, അതിലെല്ലാത്തിലും നമുക്ക് നല്ലൊരു ജയം കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മളിത് ബൾബ് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ വിറ്റു. അതേപോലെ നമുക്ക് നല്ലൊരു അഭിപ്രായങ്ങൾ എല്ലായിടത്തുനിന്നും കിട്ടിയിട്ടുണ്ട്. 2000-ന് മുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ അധിക ബൾബായി. ഇപ്പോൾ നമ്മൾ കുറേ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാം ചെയ്യാൻ തന്ന എല്ലാ ടീച്ചേഴ്സിനും അതേപോലെ HMനും നന്ദി. ഇപ്പോൾ ഒരു ബൾബ് ഉണ്ടാക്കാൻ നമുക്കിപ്പോൾ ആദ്യം തന്നെ കുറച്ച് നല്ല സമയം വേണമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് പഠിച്ചുകൊണ്ട് അതിൻ്റെ കുറച്ച് 5 മിനിറ്റ് അങ്ങനെ കുറച്ച് സമയത്ത് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം സ്വയം തൊഴിൽ പരിശീലനം ലക്ഷ്യമാക്കി പെർഡാല സ്കൂളിലെ അധ്യാപകരായ രഞ്ജിത്ത്, ശ്രീധരൻ, അബ്ദുൾ ഷാഹിദ് എന്നിവരാണ് ബൾബ് നിർമ്മാണത്തിന്റെ ചിലവ് വഹിക്കുന്നത്. 65 രൂപയാണ് ഒരു ബൾബ് നിർമ്മാണത്തിനായുള്ള ചിലവ്. നിലവിൽ 2000-ഓളം ബൾബുകൾ നിർമ്മിച്ചോ വിതരണം ചെയ്തു വരികയാണ്. ഇക്കോ ക്ലബ്ബ് നേതൃത്വത്തിൽ കൊറഗ ഉന്നതിയിലെ മുഴുവൻ വീടുകളിലും സൗജന്യ ബൾബ് വിതരണം നടത്തി. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷൻ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് M. സുനിൽകുമാർ ഉന്നതിയിലെ ബൾബ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്കൂളിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഒരു LED ബൾബ് നിർമ്മാണവും അതിൻ്റെ റിപ്പയറിങ്ങിൻ്റെ പരിശീലനം നൽകുകയുണ്ടായി. അപ്പോൾ ആ കുട്ടികളെ വെച്ച് നമുക്ക് കുട്ടികൾക്ക് സമ്പാദ്യശീലം ഉണ്ടാക്കാനും കുട്ടികൾക്കൊരു തൊഴിൽ നൈപുണ്യം നേടിയെടുക്കാനും പിന്നെ കുട്ടികൾ മറ്റ് മൊബൈൽ അതുപോലുള്ള ദുശീലങ്ങളിൽ നിന്ന് കുട്ടികളെ വഴിതിരിച്ച് ഇങ്ങനെയുള്ള ഒരു സമ്പാദ്യശീലം വളർത്തുന്ന പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു ബൾബ് നിർമ്മാണവും റിപ്പയറിങ്ങിലും താല്പര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ ഒരുപാട് ഏകദേശം 68,000 രൂപ ഞാനും രഞ്ജിത്ത് മാഷും ചെലവഴിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് കൂടുതൽ വരുന്നതിന് കൊറഗ കോളനിയിലേക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുമാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. കുട്ടികൾ നിർമ്മിക്കുന്ന 9 വാട്ട്സിന്റെ LED ബൾബുകൾ വ്യാപാരികളടക്കം കൊണ്ടുപോകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.